ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവെ, വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ അങ്ങേക്ക് തുല്യനായി മറ്റാരുണ്ട്? പുറപ്പാട് 15:11. 1453 റെനെ ഡേ ആൻഡ് ജിമിയായുടെ സൈന്യവും സവോയിലെ പ്രഭു ലാഡിക്കിന്റെ സൈന്യവും തമ്മിൽ ഘോര യുദ്ധം നടന്നു. അതിനിടയിൽ ഒരു പടയാളി എസ്തലേസിലെ ദേവാലയത്തിൽ പ്രവേശിച്ച് സക്രാരി കുത്തി തുറന്ന് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി ഉപയോഗിച്ച കൂദാശ ചെയ്ത വലിയ തിരുവോസ്തി വെച്ചിരുന്ന അരുളിക്ക കൈക്കലാക്കിയ വസ്തുക്കൾ സഞ്ചിയിലാക്കി ഒരു കഴുതയുടെ പുറത്തു കയറി അയാൾ ഡൂറിനിലേക്ക് നീങ്ങി. അന്ന് സായാഹ്നത്തോടെ ടൂറിനിലെ വിശുദ്ധ സിൽവസ്റ്ററിന്റെ ദേവാലയത്തിനടുത്തുള്ള പ്രധാന വീതിയിൽ കഴുത കാൽ വഴുതി വീണു. മോഷണ വസ്തുക്കളുടെ സഞ്ചി തുറന്ന് സാധനങ്ങൾ ചിതറി വീണു. എന്നാൽ ദിവ്യകാരുണ്യം വെച്ചിരുന്ന അരുളിക വായുവിൽ പറക്കുകയും അതിൽ നിന്ന് ശക്തിയേറിയ പ്രകാശവീചികൾ പ്രസരിക്കുകയും ചെയ്തു. ശാസ്ത്രീയ പഠനങ്ങളും ചരിത്ര വസ്തുതകളും ഈ അത്ഭുതം വിശദീകരിക്കുന്ന രേഖകൾ നിരവധിയാണ്. 1454, 1455, 1456 എന്നീ വർഷങ്ങളിലെ നിയമരേഖകളാണ് ഏറ്റവും പുരാതനം. അതോടൊപ്പം തന്നെ ആ വർഷത്തിലെ ടൂറിൻ മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക രേഖകളും ഉണ്ടായിരുന്നു. 1853 വാഴ്ത്തപ്പെട്ട പിയൂസ് 9 മാർപ്പാപ്പ ഈ അത്ഭുതത്തിൻ്റെ 400-ാം വാർഷികം ആഘോഷിച്ചു. ഈ അവസരത്തിൽ വിശുദ്ധ ജോൺ ബോസ്കോ, വിശുദ്ധ റൂവ എന്നിവരും പങ്കെടുത്തിരുന്നു. ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ നീ അത്താഴമായി എന്നത്താണിയായി ദിവ്യകാരുണ്യമായൻ കൂടെ വാഴുന്നു.